വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഹൃദയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. മുതിർന്ന ഒരാളുടെ ഹൃദയത്തിന്റെ ഭാരം പുരുഷന്മാരിൽ 300 ഗ്രാം തൊട്ട് 350 ഗ്രാം വരെയും സ്ത്രീകളിൽ 250-300 ഗ്രാം വരെയും. മുതിർന്ന ഒരാളുടെ ഹൃദയത്തിന്റെ ഭാരം പുരുഷന്മാരുടേത് 300 തൊട്ട് 350 ഗ്രാം വരെ, സ്ത്രീകളിൽ 250 തൊട്ട് 300 ഗ്രാം വരെ. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. മനുഷ്യ ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ 72 തവണ. മനുഷ്യ ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ 72 തവണ. നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണ. നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണ. ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 25 തവണ. ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 25 തവണ. ഹൃദയസ്പന്ദന നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനം നീലത്തിമിംഗലം. ഹൃദയസ്പന്ദന നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനം നീലത്തിമിംഗലം. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പെരികാർഡിയം. പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരികാർഡിയൽ ദ്രവം. പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരികാർഡിയൽ ദ്രവം. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 അറകളുണ്ട്. 2 ഏട്രിയം അഥവാ ഓറിക്കിളും 2 വെൻട്രിക്കിളുകളും. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 അറകളുണ്ട്. 2 ഏട്രിയം അഥവാ ഓറിക്കിൾ, 2 വെൻട്രിക്കിൾ. മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ അറകളെയാണ് ഏട്രിയ അഥവാ ഓറിക്കിളുകൾ എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ അറകൾ ഏട്രിയ അഥവാ ഓറിക്കിളുകൾ. മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ അറകൾ വെൻട്രിക്കിളുകൾ. മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ അറകൾ വെൻട്രിക്കിളുകൾ. വലത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ഊർധ്വമഹാസിര അഥവാ സുപ്പീരിയർ വീനക്കവ എന്ന് പറയുന്നു. വലത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ഊർധ്വമഹാസിര അഥവാ സുപ്പീരിയർ വീനക്കവ എന്ന് പറയുന്നു. ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ അധോമഹാസിര അഥവാ ഇൻഫീരിയർ വീനക്കവ എന്ന് പറയുന്നു. ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ അധോമഹാസിര അഥവാ ഇൻഫീരിയർ വീനക്കവ എന്ന് പറയുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോമഹാസിര അഥവാ ഇൻഫീരിയർ വീനക്കവ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോമഹാസിര അഥവാ ഇൻഫീരിയർ വീനക്കവ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറ വലത് ഏട്രിയം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറ വലത് ഏട്രിയം. ഹൃദയത്തിന്റെ വലത് അറകൾക്കിടയിലെ വാൽവ് ട്രൈകസ്പിഡ് വാൽവ്. ഹൃദയത്തിന്റെ വലത് അറകൾക്കിടയിലെ വാൽവ് ട്രൈകസ്പിഡ് വാൽവ്. ഹൃദയത്തിന്റെ ഇടത് അറകൾക്കിടയിലെ വാൽവ് ബൈകസ്പിഡ് വാൽവ്. ഹൃദയത്തിന്റെ ഇടത് അറകൾക്കിടയിലെ വാൽവ് ബൈകസ്പിഡ് വാൽവ് അഥവാ മിട്രൽ വാൽവ് എന്നും അറിയപ്പെടുന്നു. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനി അഥവാ പൾമണറി ആർട്ടറി. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന ശുദ്ധരക്തം സ്വീകരിക്കുന്ന അറ ഇടത് ഏട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന ശുദ്ധരക്തം സ്വീകരിക്കുന്ന അറ ഇടത് ഏട്രിയം. ഹൃദയത്തിന്റെ ഇടത് ഏട്രിയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ സിര. ഹൃദയത്തിന്റെ ഇടത് ഏട്രിയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ സിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? മഹാധമനി അഥവാ അയോട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനി. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനി. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനി. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളെ പോർട്ടൽ സിരകൾ എന്ന് പറയുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളെ പോർട്ടൽ സിരകൾ എന്ന് പറയുന്നു. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ധമനികൾ വികസിക്കുന്നു. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികൾ വികസിക്കുന്നു. ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികൾ ചുരുങ്ങുന്നു. ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികൾ ചുരുങ്ങുന്നു.
മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശിയാണ്. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശി. ഹൃദയസ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള പേശികളെ പറയുന്നത് സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ, അതായത് SA നോഡ്. ഹൃദയസ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന വലത് ഏട്രിയത്തിന് മുകളിൽ ഭാഗത്ത് കാണപ്പെടുന്ന പേശികളെ പറയുന്നത് സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ അഥവാ SA നോഡ്. വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ കാണപ്പെടുന്ന ഭാഗം പേസ് മേക്കർ. വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ കാണപ്പെടുന്ന ഭാഗത്തെ പറയുന്നത് പേസ് മേക്കർ. ഹൃദയ അറകളുടെ സങ്കോചത്തെ പറയുന്നത് സിസ്റ്റോൾ എന്നാണ്. ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റോൾ. ഹൃദയ അറകളുടെ വിശ്രാന്ത അവസ്ഥ ഡയസ്റ്റോൾ. ഹൃദയ അറകളുടെ വിശ്രാന്ത അവസ്ഥ ഡയസ്റ്റോൾ. ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ, അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ ഉണ്ടാവുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ ഉണ്ടാവുന്ന മർദ്ദത്തെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. രക്തം തിരിച്ച് ഹൃദയത്തിൽ എത്തുന്ന സമയത്ത്, അതായത് ഹൃദയം വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. രക്തം തിരിച്ച് ഹൃദയത്തിൽ എത്തുന്ന സമയത്ത്, അതായത് ഹൃദയം വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. മനുഷ്യരിൽ നടക്കുന്ന രക്തപര്യനം ദ്വിപര്യനമാണ്. മനുഷ്യരിൽ നടക്കുന്ന രക്തപര്യനം ദ്വിപര്യനം. സിസ്റ്റമിക് പര്യനവും പൾമനറി പര്യനവും ചേർന്നതാണ് ദ്വിപര്യനം. സിസ്റ്റമിക് പര്യനവും പൾമനറി പര്യനവും ചേർന്നതാണ് ദ്വിപര്യനം. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് സിസ്റ്റമിക് പര്യനം. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് സിസ്റ്റമിക് പര്യനം. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് പൾമനറി പര്യനം. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് പൾമനറി പര്യനം. ഇത്തരം ചോദ്യങ്ങളാണ് ഹൃദയത്തെ സംബന്ധിക്കുന്നത് PSC ബുള്ളറ്റിനിൽ നിന്ന് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.